എന്നാലും ഇന്നലത്തെ എമ്മിയുടെ ആ മൂഡ് സ്വിങ്സ് വല്ലാത്തൊരു മൂഡ് സ്വിങ്സ് ആയിപ്പോയത്. ശരിയാ, ഞാനും വിചാരിച്ചില്ല അവൾ ഇത്രയും ഷൗട്ടാവുമെന്ന്. എന്തൊക്കെയാ ഇന്നലെ കാണിച്ചു വെച്ച ആ പെണ്ണ്. അല്ലടി, ഈ പിള്ളേരെന്തേ? അതും ഇവയൊക്കെ എഴുന്നേറ്റായിരുന്നോ? ഞാൻ അവളെ കണ്ടില്ലല്ലോ, കിച്ചണിലോട്ടൊന്നും വന്നില്ല. ബെസ്റ്റ്, രണ്ടെണ്ണം കൂടെ പുതച്ചു മൂടി കിടക്കുമായിരിക്കും. അതും ആണെങ്കിൽ പിന്നെ പറയണ്ട, ഭൂമി ഇളകി വീണെന്ന് വെച്ചാൽ ആ പെണ്ണ് എണീക്കത്തില്ല. നിനക്കറിയില്ല, കുഞ്ഞിലെ തൊട്ട് അതങ്ങനെ. ഇനിയിപ്പോൾ ഇവ എണ്ണീറ്റാൽ ഇവയും പിടിച്ച് അവൾ ഉറക്കും. അതാ അങ്ങനത്തെ ഒരു സാധനം അത്. നീ ചെന്നൊന്ന് വിളിച്ചിട്ട് വന്ന പിള്ളേരെ, ഞാൻ ചെന്ന് എഴുന്നേൽപ്പിക്കാം. ആദു ഇവ. ഇതാരെ നേരത്ത്. ആദു, ഡോർ തുറക്ക്. ഇവ, ഡോർ തുറന്നേ. എടി ആദു, പോയി ഡോർ തുറക്ക്. നീ പോയി ഡോർ തുറക്കും. നീ അല്ലേ അറ്റത്ത് കിടക്കുന്നേ? എന്തുവാടി, നീ അറ്റത്തല്ലേ കിടക്കുന്ന? പോയി ഡോർ തുറക്കാതു പ്ലീസ്. എടി, ഞാൻ ഇച്ചിരി നേരം ഉറങ്ങട്ടെ. എടി പോടി, നീ പോയി തുറക്കടി. ഒന്ന് പോയി തുറക്കിവാ. എന്നെ പെണ്ണ്. എന്താ മമ്മി? ബെസ്റ്റ്. ഞാൻ വിചാരിച്ചു നീ എങ്കിലും എഴുന്നേറ്റാണ്. നീ ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്? ഇപ്പൊ മമ്മിക്ക് എന്താ വേണ്ടേ? പറഞ്ഞിട്ട് പോ. ഡി പെണ്ണെ, നിനക്കൊന്നും കോളേജിലൊന്നും പോണ്ടേ? ടൈം ആവട്ടെ മമ്മി. 9 മണിക്ക് നിനക്ക് കയറണമെങ്കിൽ ഒരു 8 മണിക്കെങ്കിലും നിനക്കൊക്കെ ഒന്ന് എണ്ണീറ്റൂടെ? ഇപ്പൊ തന്നെ സമയം 8:30 അയ്യോ, 8:30 ഇച്ചേമാരാ? അവന്മാര് റെഡി ആയതോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അവന്മാരോടെ പോകണമെങ്കിൽ ചെന്ന് പോയി കുളിച്ചിട്ട് വാ, അല്ലെങ്കിൽ മക്കളന്മാര് നടന്നു പോകേണ്ടി വരും. അല്ല പപ്പയോ? പപ്പന്മാരൊക്കെ രാവിലെ പോയി. അയ്യോ തേഞ്ഞു. പിന്നെ ആടത്തിനെ ഏബലിനെയും പ്രതീക്ഷിച്ച് നിൽക്കണ്ട, അവന്മാരും നേരത്തെ പോയി. ഇനിയിപ്പം ഏതിനും ആരോടും മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പോകും, നിങ്ങളെ കാത്തിരിക്കത്തില്ല. നിന്റെ അടുത്തൊക്കെ ആരോൺ പ്രത്യേകം പറഞ്ഞില്ലേ കോളേജിൽ നേരത്തെ പോകണമെന്ന്? ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലോ. ആദ്യം എന്തേ? അവളിതേ കിടന്നു. എന്തേ? അവളിവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ. ഇവളിതെവിടെ പോയി? നോക്കട്ടെ മാറേ. മോളെ ആദു. മേരിയമ്മേ, ഞാൻ കുളിക്കുവാ. എന്താ? ഇവളിപ്പോ കുളിക്കാൻ കയറി. കണ്ട, ആ കൊച്ചിനെ കണ്ട് പഠിക്കടി നീ. നിന്നെക്കാട്ടി 1 മാസത്തിന് ഇളയതല്ലേടി അത്. എന്നിട്ട് അത് കുളിച്ചു കഴിഞ്ഞു. എന്തുവാ ഇവ നീ ഇങ്ങനെ നിൽക്കുന്നത്? നോക്കിക്കോ, പപ്പ വരട്ടെ, നിനക്ക് 2 എണ്ണം ഞാൻ തെളിയിപ്പിക്കും. മമ്മി അവള് എന്നോട് കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്നിട്ടാണോടി അവള് ബാത്റൂമില്? അത് അവള് ചുമ്മാ മമ്മിയെ പറ്റിക്കാൻ വേണ്ടിയാ. ദൈവ, നാളെ തൊട്ട് മര്യാദയ്ക്ക് എഴുന്നേരണം കേട്ടല്ലോ. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. ചെല്ല്, പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വാ. മമ്മി. ഇടി പന്നെ പെണ്ണുമ്പളെ, ഇങ്ങോട്ട് ഇറങ്ങടി. ഹായ് വാ. എടി, നീ എന്നെ ചതിച്ചല്ലേടി? രാവിലെ ഞാൻ മമ്മയുടെ വരയ്ക്കുന്ന എല്ലാം കേട്ട്. അത് ഞാൻ മേരിയമ്മയുടെ സൗണ്ട് കേട്ടപ്പോഴേ ഓടിയ ബാത്റൂമിൽ കയറിയതാ. ദ്രോഹി മൂടി. ഞാൻ പോയി കുളിക്കടേ. ആ റൂമിൽ പോവാ. നീ പോയി കുളിച്ചിട്ട് വാ, ചെല്ല്. എന്താ എടി, അതുങ്ങൾ എഴുന്നേറ്റോ? ഒന്നും പറയണ്ട, ഇവയാ ഡോറ് തുറന്നത്. 2 നല്ല ഉറക്കമായിരുന്നു തോന്നുന്നു. എന്റെ സൗണ്ട് കേട്ടപ്പോഴേ അത് ബാത്റൂമിൽ കയറിയ കഥ അടച്ച്. അത് ശരി. എന്റെ വായിന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ അവൾ കയറി കഥ അടച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇവയ്ക്ക് ഞാൻ 2 ഡോസ് കൊടുത്തിട്ടുണ്ട്. പാവം എൻ്റെ കൊച്ച്. അത്ര പാവമൊന്നും അല്ല. ഇച്ചാഞ്ഞ് വരട്ടെ, ഇച്ചാനെ കൊണ്ട് കൊടുപ്പിക്കാം. അത് നടക്കത്തോളൂ. എന്നാലും ഇനി രാവിലെ എഴുന്നേക്കത്തോളൂ. എത്ര വയസ്സായി? 21 വയസ്സായില്ലേ? എന്നിട്ട് ഇങ്ങനെ 8 മണി വരെ കിടന്ന് ഉറങ്ങും. കോളേജിൽ പോണ്ട പിള്ളേരല്ലയോ? എന്താ മമ്മിയുടെ? നിങ്ങൾ കഴിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടെ അതിൻ്റെ കാര്യം പറഞ്ഞതാടാ. അവളുമാരെ എഴുന്നേറ്റോ? ഞാൻ കുത്തി പൊക്കി കുളിക്കാൻ പോയി. ഇന്ന് ലേറ്റ് ആവുമല്ലോ. ഇപ്പോഴത്തേക്ക് ക്ഷമിക്കടാ, നാളെ തൊട്ട് എന്തായാലും നേരത്തെ എണീക്കും. ഞാൻ ആദ്യമേ ആദ്യം അടുത്ത് ഇവിടുത്തും പറഞ്ഞതാ നേരത്തെ എഴുന്നേക്കണമെന്ന്, ടൈമിന് കോളേജിൽ പോകണമെന്ന്. അതെങ്ങനാ ഓരോരുത്തർ കൊഞ്ചിച്ച് വെച്ചേക്കുമല്ലേ പുന്നാര അനിയത്തിയെ. പിന്നെങ്ങനാ? ഡേ എൻ്റെ അനിയത്തെക്കുള്ളു പറയണ്ട, നീ നിന്റെ അനിയത്തെ പറ. അവളാ എൻ്റെ അനിയത്തെയും കൂടെ ചീത്തയാക്കുന്നത്. നീ എൻ്റെ പാവ അനിയത്തെ കുറിച്ച് ഇനി പറ. ആ കൊച്ചെന്ത് ചെയ്തടാ നിന്നെ? മതി. ഇനി നിങ്ങൾ തുടങ്ങണ്ട. 2 എണ്ണത്തിനെ കണ്ടല്ലേ പഠിക്കുന്ന അവരവരുടെ അനിയത്തിമാര്. അപ്പം നിങ്ങൾ ആദ്യം നന്നാവും, എന്നിട്ട് അവരെ നന്നാക്കാൻ നോക്ക് കേട്ടാ. ഇപ്പൊ നമ്മളാരായി? ശശി ഓർ സോമൻ? ബാ, കമോൺ. മമ്മി ഞങ്ങൾ ഇറങ്ങുമോ? എന്ത് പിള്ളേർ, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. അതൊന്നും സാരമില്ല മമ്മി, ടൈം 8:45. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെ കൊല്ലും. അതൊന്നും സാരമില്ല, നിങ്ങൾ കഴിച്ചിട്ടോ, ഞങ്ങൾ അവന്മാരത്ത് പറഞ്ഞോളാം. വേണ്ട മമ്മി, ഇച്ചാന്മാർ കൊല്ലും ഞങ്ങൾ പോവാ. ഇവനില്ലതാ, ഈ പാലെങ്കിലും കുടിച്ചിട്ട് പോന്നീ. ആദു, നീ ഓറഞ്ചെങ്കിലും കഴിക്കേ. ഇതെന്താടാ ഇവിടെ? മമ്മി വേണ്ട മമ്മി. ആദു, ഈ ഓറഞ്ച് ഒരെണ്ണെങ്കിലും നീ കഴിച്ചിട്ട് പോവോ? ഇനി എടുക്ക്. ഇവ പാൽ മൊത്തം കുടിച്ചേ. മമ്മി മതി, വയറ് നിറഞ്ഞു. ഇവ മര്യാദക്ക് മൊത്തം കുടിച്ചോണം. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇതാ വരുന്നു. മമ്മാരെ അപ്പൊ ഓക്കെ ബൈ. ശരിയടാ, പോയിട്ട് വാ. ഇങ്ങോട്ട് വേഗം വാ, സമയം ഒരുപാടായി. വരുന്നു. അയ്യോ ചേച്ചി,
എമി ചേച്ചിയും കൂടെ ആടവച്ചതും കൊണ്ടാക്കിയായിരുന്നു. ഓ അത് ശരി. ആ നിങ്ങൾ ക്ലാസ്സിലോട്ട് വെക്കോ. ഓ ഇന്ന് ആരാണോ എന്തോ രാവിലെ വാടി അതു. ആ അയ്യോ ഇച്ചേച്ചി പെട്ട്. തീർന്ന് ഇന്ന് വായിക്കുന്ന എല്ലാം കേൾക്കാം. നീ വിളിക്ക്. കാലത്ത് വിളിക്കത്തില്ല, നീ അങ്ങോട്ട് വിളിക്ക്. നീ വിളിക്കടി. ഇച്ചേച്ചിക്ക് ഇത്രയെങ്കിലും അലിവുള്ളത് നിന്റെ അടുത്ത്. നീ വിളിച്ച ഇച്ചേച്ചി ഒന്നും പറയത്തില്ല. പിന്നെ മോളെ അങ്ങോട്ട് ചെല്ലു. ഇച്ചേച്ചി ഭിത്തിയിൽ ഒട്ടിക്കും. നീ അങ്ങോട്ട് വിളിച്ചേ. എന്താ അവിടെ? ആ ഇതാര്? സമയത്രയായി? ഇച്ചേച്ചി വാച്ച് എടുത്തില്ല. അതെങ്ങനെ എടുക്കാനാ? 9 മണിക്കുള്ള ക്ലാസ്സിന് 8 മണിക്കല്ലേ എഴുന്നേക്കുന്നത്. ഓ നിർത്തി അപമാനിക്കാണല്ലോ. ഇച്ചേച്ചി അത് സോറി മാം, ലേറ്റ് ആയിപ്പോയി. ഇനി ഇത് ആവർത്തിക്കത്തില്ല. സോറി പ്ലീസ്. പ്രാവശ്യത്തേക്ക് വിട്ടേക്ക് പ്ലീസ് പ്ലീസ് പ്ലീസ്. കേറ്. ഓക്കെ താങ്ക് യു. ഹലോ, എവിടെ പോകുന്ന രണ്ടാളോ? സീറ്റിലേക്ക്. ഈ പീരീഡ് നിങ്ങളിതാ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. എന്താ പറഞ്ഞത് കേട്ടില്ലേ? ദാ ഇവിടെ നിന്ന് പഠിക്കുക. കുരിശ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതിനെക്കാട്ടി ക്ലാസ്സിൽ കയറാതിരിക്കുന്നതായിരുന്നു നല്ലത്. ശരിയാ, ഫസ്റ്റ് പീരീഡ് കയറണ്ടായിരുന്നു. എന്താ അവിടെ? ഒന്നുമില്ല. ക്ലാസ് ലേറ്റ് ആയിട്ട് വരികയും ചെയ്യും, എന്നിട്ട് വന്ന് സംസാരം രണ്ടുപേരും. എന്തോ ഇത്? ഓ ഇച്ചി ഫെയർ ആണല്ലോ. ഇച്ചാൻ്റെ അടുത്ത് രാവിലെ അടിയിട്ടോണം, അതായിരിക്കും നമ്മുടെ അടുത്ത് തീർക്കുന്നത്. എന്താ രണ്ടുപേരും പറയുന്നത്? ഒന്നുമില്ല. യു കണ്ടിന്യൂ. അല്ല മിസ് ബാക്കി പറഞ്ഞോന്ന് പറഞ്ഞേ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പാട്ടെന്ന് പറയുന്നത് ഓക്കെ സ്റ്റുഡൻസ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഞാൻ തന്നേക്കുന്ന വർക്ക് എല്ലാം നാളെ എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ട് വരണം. ഓക്കെ ഇവ അതു നാളെ ഇങ്ങനെയാണ് വരാൻ പരിപാടി എങ്കിൽ അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ. ഞാൻ നാളെ ക്ലാസ് കേട്ടത്തില്ല, കേട്ടല്ലോ? എന്നെക്കട്ടെ നല്ല ക്ലാസ് കയറാത്തായിരുന്നു. എന്താ എന്തെങ്കിലും പറഞ്ഞോ അതു? ഒന്നും പറഞ്ഞില്ലേ ചേച്ചി. എടാ ആരാണ് ഇവളന്മാരെന്താ ഇത്ര താമസിച്ചത്? ആരാ ചേച്ചി? ഇതേ അതുവാണോ? പിന്നല്ലാതാരാ? ഓ അതൊന്നും പറയണ്ട. 8 മണി കഴിഞ്ഞപ്പോഴാണ് രണ്ടെണ്ണം എണീറ്റത്. അതും മേരിയമ്മ കുത്തിപ്പൊക്കിയപ്പോഴാണ് എഴുന്നേറ്റത്. അത് ശരി. അല്ല ചേച്ചിയുടെ ക്ലാസ് ആയിരുന്നോ? എൻ്റെ അവറായിരുന്നു ഫസ്റ്റ്. അതുകൊണ്ട് നല്ല രീതി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാലോ. ക്ലാസ് കയറ്റിയില്ലേ? ക്ലാസ്സിൽ കയറ്റി, പക്ഷേ ഇരുത്തിയില്ല. അവരവരോട് നിൽക്കുമായിരുന്നു. സൂപ്പർ. ഇനി ഇത് ആവർത്തിച്ചാ ഇതിനും വലിയ പണിഷ്മെന്റ് ഞാൻ കൊടുക്കും. 2 ചേട്ടന്മാരും കേൾക്കാൻ വേണ്ടി പറയുവാ. ശരി, വീണ്ടും നമുക്ക് തന്നെ. എന്താടാ നമ്മളിങ്ങനെ തട്ടിക്കളിക്കുന്നവര്? ഇവളുമാരുടെ പിച്ചായന്മാരായി പോയില്ലേ? അത് തന്നെ കാരണം. എന്താണ് താത്താവ് ഇങ്ങനൊരു നല്ല അനിയത്തിമാരെ ഞങ്ങൾക്ക് തന്നത്? നീ ചിരിക്കണ്ട, നിന്നെ കൂടെ ചേർത്താ പറഞ്ഞത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഇന്നലത്തെ നിന്റെ പെർഫോമൻസ് വളരെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അത് പിന്നെ എനിക്ക് ഈ മൂഡ് സ്വിങ്സ് വന്ന് നിങ്ങൾക്ക് അറിയാലോ. അറിയാം, പ്രോയാ നീ. പ്രോ മൂഡ് സ്വിങ്സിന്. എന്ത് ചെയ്യാനാ? ഇന്നലെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളു. നീ എന്റെ ആ ഫേവറേറ്റ് സ്പ്രേ പൊട്ടിച്ചപ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യേണ്ടത്? എന്നാലും നീ ഇത്രയും ചെയ്യണ്ടായിരുന്നു. ഒരു സ്പ്രേ അല്ലേടി, അത് ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും മേടിച്ചു തരത്തില്ലായിരുന്നു. അത് അപ്പ മൂഡ് സ്വിങ്സില് പിന്നെ സ്പ്രേയും കൂടെ പൊട്ടുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ടെമ്പർ തെറ്റിപ്പോയി. അതാടാ സോറി. സാരമില്ല, അനിയത്തിയായി പോയില്ലേ. എന്തോ? ഒന്നുമില്ല. അല്ലടി എമി, ഇച്ചാൻ ഇന്നലെ നിന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്തോ ആയിരുന്നു സംഭവം നടന്നത്? പിന്നെ നിന്റെ അനക്കൊന്നും കേട്ടില്ലല്ലോ. അത് പിന്നെ എന്താ നടന്ന റൂമില്? എന്ത്? ഞാൻ പറയണോ അത്? നീ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. അതിന് അവനെന്താ ഉദ്ദേശിച്ചെന്ന് നിനക്ക് മനസ്സിലായാ? അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാ പറ, അവനെന്താ ഉദ്ദേശിച്ചേ? നീ ഒന്ന് പോയേ. അങ്ങനൊന്നും അല്ല. ഇച്ചാൻ എന്നെ പേടിപ്പിച്ചു. എന്നിട്ട് ഇത്തിരി കൂളായി. പേനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. പേൻ ഉണ്ടായിട്ടാണോ ഇങ്ങനെ ചാട്ടത്തിലൊക്കെ നടക്കുന്നത്? കിടന്നുറങ്ങടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മരിക്ക് കിടന്ന് ഉറങ്ങിക്ക്, എൻ്റെ സ്വഭാവം മാറ്റരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ? പിന്നെ ഇച്ചാൻ എന്നോട് കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ? പിന്നെന്താ, അത്രേ ഉള്ളൂ. പിന്നെ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ്. ഇച്ചാൻ അത്രയ്ക്ക് പോരാ. ശരിയാ. എടാ നിന്റെ കണക്കല്ലടാ എൻ്റെ ഇച്ചായൻ. എൻ്റെ ഇച്ചായൻ ഇത്തിരി ഡീസൻ്റാ കേട്ടോ. അറിയാം. റൊമാൻറ്റിക് മൂരാച്ചി. എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോവാ. പയ്യൻ മുങ്ങിയതാ. അത് പിന്നെ അങ്ങനല്ലേ. ഇച്ചാനെ പറഞ്ഞ കൊള്ളുമല്ലോ ചേച്ചിക്ക്. ശരിയാ. പാവോടാ അവള്. നിനക്കൊക്കെ എന്താ വട്ടാണ്? അതങ്ങനെ എമി ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ നിനക്ക് രണ്ടാൾക്ക് സമാനം വരത്തില്ല. ലാസ്റ്റ് അവളുടെ നിന്ന് വലുത് കിട്ടുമ്പം രണ്ടാളും അടങ്ങിക്കോളും. ഹലോ ബർത്ത്ഡേ ബോയ്.
എന്തിയാടാ നിന്റെ ചെലവ്? തടാ. ചിലവൊക്കെ ഉണ്ട്. വൈകിട്ട് പരിപാടിയാ, ഒരു റെസ്റ്റോറന്റ് വെച്ച്. നിങ്ങൾ വരുവോ? റെസ്റ്റോറന്റിൽ വെച്ച് എത്ര നേരം കാണും? നമ്മുടെ കോളേജ് ടൈം 3-4 മണി വരല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയിട്ട് കേക്ക് കട്ട് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു 5 മണിയാകുമ്പോൾ തിരിച്ചു പോവാം. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ. വരുമല്ലോ? ഉറപ്പായിട്ട്. എന്നാ വൈകിട്ട്. ഓക്കെ ഡാൻ. അല്ലടി വാ, ഈ ചാമാരെ സീനാക്കോ? ശരിയാ, അങ്ങനെ ഒരു കടമ്പയുണ്ടല്ലേ. ഒരു ഐഡിയ ഉണ്ട്. എന്താ അത്? നീ ആരോ നിച്ചാനോട് പറ, ഞാൻ ഏത് നിച്ചായോട് പറയാം? അതൊക്കെ എന്നാ ഓക്കെ. ദേ കടുവ വരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അപ്പം നമ്മൾ എവിടം വരെ പഠിച്ചതെന്ന് വെച്ചാൽ ആ നോട്ട്സ് ഒക്കെ എടുത്ത് നിങ്ങൾ എന്ത് ബോറല്ലേ. ഇച്ചാൻ കേക്കണ്ട, നീ പോടി. നീ ഏതൊരു ക്ലാസ്സിൽ ഇങ്ങനല്ലേ ഇരിക്കുന്നത്? അത് പിന്നെ ഇവാ എന്താ അവിടെ? പെട്ട്. അത് സാർ, ഞാനൊരു ഡൗട്ട്. എന്ത് ഡൗട്ടാ തനിക്കുള്ളത്? അത് പിന്നെ ഇപ്പൊ പഠിപ്പിച്ചേ. ഇങ്ങുവാ, ഞാൻ പറഞ്ഞുതരാം. അത് വേണ്ട സാർ, ഞാൻ അതിനോട് ചോദിച്ചോളാം. വേണ്ട, താങ്ങുവാ. ചെല്ലു നിന്റെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരും. ഇടി പന്നി. ഇവാ ഇങ്ങുവാ. വരുന്നു സാർ. എന്താ തന്റെ ഡൗട്ട്? അത് ആ ചെയർ ഇങ്ങോട്ട് എടുത്തിട്ട് ഇരിക്കുക. ഇങ്ങോട്ടിട്ട് ഇരിക്കുക. അശ്വതി, സാർ, ആ നോട്ട്സ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. എല്ലാരും നോട്ട്സ് കേട്ട് എഴുത്. ഓക്കെ സാർ. ഇനി പറ, എന്താ ഡൗട്ട്? അത് ഇല്ലേ, ഇവിടെ സാർ. ഇതിന്ന് പഠിപ്പിച്ചല്ലോ അല്ലേ? അല്ല, ഇന്നലത്തെ നോട്ട്സ് എന്ത്? അത് സാർ, ഇന്നലെ നീ ക്ലാസ്സിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ നോട്ട്സ് എവിടെ? ഞാനിപ്പോ എന്ത് പറയും? അത് സാറേ, പിന്നെ ഞാൻ നോട്ട് എടുക്കാൻ മറന്നുപോയി. നീ ഏത് നോട്ടിലായിരുന്നു അന്ന് എഴുതിയത്? ബിസിനസ്സിന്. അത് ബിസിനസ് നോട്ട്സിനകത്ത്. എന്നാ നോട്ട് പോയി എടുത്തിട്ടോ? അതിനെടുത്തില്ല, വീട്ടിൽ വെച്ചേക്ക്. എന്നാ മോള് നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്ന് രാത്രി എൻ്റെ റൂമിലോട്ട് വാ. എന്താ മനസ്സിലായില്ലേ? നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് രാത്രി എൻ്റെ റൂമിലോട്ട് വരാൻ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഇല്ല സാർ, ഞാൻ നാളെ രാവിലെ ക്ലാസ് ഒന്ന് കാണിക്കാം. അത് വേണ്ട, എനിക്ക് ഇന്ന് രാത്രി തന്നെ അത് കിട്ടണം. മുതലെടുക്കുവാണല്ലേ സജി? അതേന്ന് കുട്ടിക്കും. അപ്പം ഇവ ചെല്ല്, നൈറ്റ് കാണാം. കാലമാണൽ കടുവ, പന്നിത്തണ്ടി പട്ടി. എന്താ ഞാൻ പറഞ്ഞ? അതു നീ എന്നെ രക്ഷിക്കണം. എന്ത് പറ്റി? ഞാൻ പെട്ടുപോയി. എന്ത് സംഭവം? എടി, ഞാൻ ഇന്നലത്തെ നോട്ട് കംപ്ലീറ്റ് ആക്കിയില്ല. എന്നിട്ട് ആ കടുവ പറയുവാ, ഇന്നിത് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് രാത്രി എൻ്റെ റൂമിലോട്ട് കൊണ്ടുപോവാ, ഞാൻ കറക്റ്റ് ചെയ്ത് തരാന്ന്. അതിനെന്താ, നീ കംപ്ലീറ്റ് ആക്കിയിട്ട് കൊണ്ടുപോകും, ഞാൻ കറക്റ്റ് ചെയ്ത് തരും. ഈ പൊട്ടി. എടി, അതിലൊരു ഡബിൾ മീനിങ് അല്ലേ? ഉണ്ടോ? മൊണ്ണേ, ഉണ്ട് അതിനകത്ത്. നീ ഒന്നും കൂടെ അത് റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയേ. ഉണ്ട്. ഇച്ചാള് കൊള്ളാലോ. അതാ പറഞ്ഞ, നിന്റെ ഇച്ചയല്ലേ? ദൈവാ, നില്ല ഇനി നമ്മൾ അമ്മ അടിയിടണ്ട. എടി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ ഇതിനൊരു വഴി കണ്ടുപിടിക്കാം. നീ ടെൻഷൻ ആവണ്ട, ഞാനില്ലേ നിന്റെ കൂടെ, ഞാനെല്ലാം നോക്കിക്കോളാം. ഓക്കെ. പക്ഷേ ഇതിന് പകരം നീ എനിക്ക് എന്ത് തരും? 2 കിലോ ഓറഞ്ച് നിന്റെ മറ്റവനും കൊണ്ട് കൊടുക്കും. അതല്ലേ നിന്റെ ചൈന കൊണ്ട് കൊടുക്കണോ? ഇവള് പുടി. അതല്ല, വേറെന്ത് വേണം? അത് ഇത് കഴിയട്ടെ, അപ്പൊ ഞാൻ പറയാം. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജാക്സൺ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എടാ, പിന്നെ ഈ ഫോട്ടോ ഒന്നും നീ സ്റ്റാറ്റസ് ഇടല്ലേ? ഇല്ലടി, ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇടത്തില്ല. ആരോ എടാ, അവളുമാരെന്തേ? അവര് ഏതെൻ്റെ കൂടെ അല്ലേ? ഏതെൻ്റെ കൂടെയോ? ഏതും വന്നല്ലോ, അവളുമാര് കൂടെ ഇല്ല. ആണോ? ഞാൻ അവളുമാരെ അവിടെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഏതെൻ്റെ കൂടെ പൊക്കാണോ എന്ന്. എന്താടാ? എടാ, അവളുമാര് നിൻ്റെ കൂടെ ഇല്ലേ വന്നത്? അല്ല, ഞാൻ നേരത്തെ ഇറങ്ങിയായിരുന്നല്ലോ. എനിക്ക് ഒരിടം വരെ പോകണമായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. ഞാൻ വിചാരിച്ചു നിൻ്റെ കൂടെ വരുമല്ലോ അവളുമാര്. ഷിറ്റ്. എന്താടാ? എടാ, ഞാൻ വിചാരിച്ചു നിൻ്റെ കൂടെ വന്നു കാണുമെന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ നോക്കി, അവിടെ കണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിൻ്റെ കൂടെ വന്നു കാണുമെന്ന്. അതാ ഞാൻ ഇങ്ങ് വന്നത്. ഓ ഗോഡ്, ഇനി വല്ല. അയ്യോ കർത്താവേ, എൻ്റെ കൊച്ചുങ്ങളിനി. മമ്മി പേടിക്കാതെ, ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. എന്താടാ, എന്താ പ്രശ്നം? ഇച്ചായ അവളുമാരെ കാണുന്നില്ല. നിങ്ങളെ വല്ലവരും വിളിച്ചായിരുന്നോ? മമ്മി, ഞങ്ങൾ വന്നു. ദേ വന്നല്ലോ. നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? അത് നീ പറഞ്ഞില്ലേ?
ഇല്ല, നീ ഇച്ചായനോട് പറയാന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല. ഓ വിട്ട്. ഇല്ല, നീ ഇച്ചായനോട് പറഞ്ഞില്ലേ? ഞാൻ വെച്ച് നീ ആരോണിച്ചായനോട് പറയുമെന്ന്. ആ ബെസ്റ്റ്. തേനില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓ എനിക്കറിയത്തില്ല. എന്തു രണ്ടെണ്ണം കൂടെ അവിടെ? നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? അതിച്ച പിന്നെ ലൈബ്രറി പോയേക്കുമായിരുന്നു. പെട്ട്. ഓ നിന്നെ ഞാൻ സോറി. എന്ത് ബീച്ചാണോ ലൈബ്രറിയിലാണോ? അത് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്തിട്ട് ബീച്ചിൽ പോയിട്ട് നിങ്ങൾ വന്നു. എന്തോ ഉടായിപ്പുണ്ടല്ലോ. എന്താടി വാ? അത് ഒരു ഡേപ്പില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്തിട്ട് ബീച്ചിൽ പോയിട്ട് നിങ്ങൾ വന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ വിളിച്ച് പറയാനത്? അത് ഞങ്ങൾ ഏബിളിച്ചായ വിളിച്ച് പറഞ്ഞല്ലോ. എപ്പോ? ഇച്ചായ പ്ലീസ് ഇച്ചായ ഹെൽപ്പ് ചെയ്യാം. ആണോ ഇച്ചായ? ഇവളുമാര് ഇച്ചായ വിളിച്ച് പറഞ്ഞായിരുന്നോ? ആ ഇവളുമാർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ലൈബ്രറി പോയിട്ട് ബീച്ചിൽ പോകുന്നു, എന്നിട്ടേ വരത്തോളന്ന്. ഓ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വിട്ടുപോയി. അതാ എന്തോ സംതിങ് ഫിഷിങ് എന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഇച്ചായ. ഒരു ശരിയാവില്ലേ? നിനക്കെന്തായാലോണേ? നിനക്കെന്താ വട്ടാണോ? ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇവളുമാരെ വിളിച്ച് പറഞ്ഞായിരുന്നു. നീ മരത്ത് പറയാൻ ഞാൻ ഓർത്തില്ല, ഞാൻ മറന്നുപോയി. അതാ. നിങ്ങൾ എന്തെങ്കിലും നിൽക്കുന്ന പോയി ഫ്രഷ് ആയിട്ട് വന്നേ. ചെല്ല്. ആ ശരിയാ, വാടിയാതു. ഇച്ചായ എന്താ? ആനി ഒരു കപ്പ് കോഫി. ഞാൻ റൂമിൽ കാണുവേ. ആരോണേ എന്തോ സംതിങ് ഫിഷിങ് അല്ലേ? ശരിയാ, എന്തോ കളത്തരമുണ്ട്, കണ്ടുപിടിക്കാം. ഈ പിള്ളേരെ കാര്യം ഇപ്പം ഇനിയിപ്പം ഇതിൻ്റെ മേലെ ആയിരിക്കും ആരോണ ഏതനും. ശരിയാ, ഇനി അവളുമാരെ കള്ളത്തരം കണ്ടുപിടിച്ചില്ലെങ്കിൽ സമാധാനം വരത്തില്ല. എന്നിട്ട് അവളുമാർക്ക് 2 കൊടുക്കുകയും ചെയ്യും. അത് പിന്നെ അങ്ങനല്ലേ? എന്താ പപ്പാ? എന്താ പപ്പാ? നീ ഇന്ന് കോളേജ് വരെ ലേറ്റ് ആയോ? ഓ പോരാളെ അറിയിച്ചല്ലേ. അത് പിന്നെ പപ്പാ, ഞാൻ എഴുന്നേക്ക് ഇത്തിരി ലേറ്റ് ആയി, അതുകൊണ്ട്. എന്ന് ഈ സമയത്ത് എഴുന്നേക്കുന്നതെന്ന് മേര് പറഞ്ഞല്ലോ. പോരാളി. അത് പിന്നെ പപ്പാ, അത് രാത്രി കുറെ നേരം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ഷീണമായി, അതുകൊണ്ട് രാവിലെ എഴുന്നേക്കും കുറച്ച് താമസം. എന്തോ എങ്ങനെ? അതെവിടുന്ന? ഓ ഇവിടെ നിന്നായിരുന്നു. ചുമ്മാതെ ചോണപ്പാ, ഇവള് പറയുന്ന പച്ച കള്ളവാ. താൻ പോടെ കടവേ. ഇവാ എന്താ പപ്പാ? ഇങ്ങനാണോ നിന്നെ കട്ടി മൂത്തവരെ വിളിക്കുന്നത്? അവൻ നിന്റെ ഇച്ചായനാ. ഓ പിന്നെ ഇനി അങ്ങനെ താമസിച്ച് കോളേജിൽ വന്നാൽ ഞാൻ കേട്ടില്ല, പറഞ്ഞേക്കാം. ദൈവ ഇത് കളിയല്ല. ഇനി മുതൽ നേരത്തെ എഴുന്നേറ്റ് കോളേജിൽ വന്നോണം, കേട്ടല്ലോ. ഈ സമയത്തിന് ആഹാരവും കഴിക്കത്തില്ല, കോളേജ് വരെ ലേറ്റ് ആവുകയും ചെയ്യും. ഇനി ഇതങ്ങനെ ആവർത്തിച്ചാല. എന്താ നീ ഒന്നും മിണ്ടാത്തെ? സോറി പപ്പാ. കിട്ടണോടി, നിനക്ക് 2 കിട്ടണം. കടുവേ തരുന്നുണ്ട് നിങ്ങക്ക്. എന്തേവാ? ഒന്നുമില്ല പപ്പാ, ഞാൻ നേരത്തെ എഴുന്നേറ്റ് കോളേജിൽ പൊക്കോളാം. ശരി പൊക്കോ. ആദുവിനോട് പറഞ്ഞേക്ക്. ആ ശരി പപ്പാ. ആദു. എന്താ? നിങ്ങൾ ഇന്ന് എവിടെ പോയിന്നാ പറഞ്ഞേ? ഓ ഇത് കഴിഞ്ഞില്ലേ? അത് ഞങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്തിട്ട് ബീച്ചിൽ പോയി, എന്നിട്ട് ഇങ്ങോട്ട് വന്ന്. ഓ വേറെ എവിടെയും പോയില്ല? വേറെ എവിടെയും പോയില്ല ചായ. എന്താ? ഓ അങ്ങനെ. നിക്കേ ഒരു മിനിറ്റ്. എന്താ നോക്കുന്നേ? അപ്പം ഈ നിൽക്കുന്ന 2 പേര് ആരാതു? നീ ഇവയല്ലേ? അയ്യോ പെട്ട്. എൻഡിങ് സ്റ്റാറ്റസ് ഇടത്തില്ലെന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടേക്കുന്നു. എന്താ? അതിച്ചായ. ഓ പെട്ട്. നീ എപ്പോഴാ അത് കള്ളം പറയാൻ തുടങ്ങിയത്? അത് ഞങ്ങൾ ജാക്സന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാ. അത് നിനക്ക് ഞങ്ങളടുത്ത് പറഞ്ഞാലെന്താ? അത് ഇച്ചായനോടും ഞാൻ ആരോണിച്ചയോടും പറയാന്ന് വെച്ചതാ. എന്നിട്ട് ആരടുത്തെങ്കിലും പറഞ്ഞോ? ഞാൻ വിചാരിച്ച് ഇച്ചായനോട് പറഞ്ഞു കാണും, പിന്നെ ഞാനെന്തിനാ ആരോണിച്ചയോട് പറയുന്നു. ഓ അത് ശരി. പക്ഷേ അവളാണെങ്കിൽ തിരിച്ചും വിചാരിച്ച് ഞാൻ ആരോണിച്ചയോട് പറയുന്ന വെച്ച് അവൾ ഇച്ചായനോട് പറഞ്ഞില്ല. ഞങ്ങൾ 2 ആളും നിങ്ങളുടെ 2 അടുത്തും പറഞ്ഞില്ല. അതാണ് സംഭവിച്ചത്. ബെസ്റ്റ്. സോറി പറഞ്ഞാൽ എല്ലാം തീരുമല്ലോ അങ്ങ്. അത് ചായ ഇനി ഞങ്ങൾ ആവർത്തിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് പറഞ്ഞിട്ടേ പോത്തോളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. വന്ന് ആദ്യം ഇപ്പോൾ കള്ളത്തരവും പറഞ്ഞു തുടങ്ങി, അത് എന്നോട്. സോറി ചായ, ഒന്ന് ക്ഷമിക്കേ. ഓക്കെ ക്ഷമിക്കാം. 1 കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? നീ എനിക്കൊരു കിസ്സാ, എന്നാ ഞാൻ ക്ഷമിക്കാം. കിസ്സോ? ഓ അതോ പെട്ട്. ഇനിയിപ്പം പറയുന്ന പോലെ കേക്ക്. ഒരു കിസ്സല്ലേ ഞാൻ കൊടുത്തേക്ക്, എന്നാലും നിനക്ക് എസ്കേപ്പ് പിടിക്കാൻ പറ്റൂ. ഓക്കെ. അയ്യേ ഇതല്ല. പിന്നെ ഇങ്ങ് വാ.
ശ്വാസം പോലും കിട്ടുന്നില്ല. കിട്ടരുതല്ലോ. ഇതാണ് പണിഷ്മെന്റ്. ഇനി നീ എന്ത് കള്ളത്തരം കാണിക്കുന്നോ ഇത് ഓർത്താ മതി. ഒരു ദുഷ്ട. അയ്യോ മാതാവേ. അപ്പൊ ശരി, ഇച്ചാൻ പോട്ടെ. പിന്നെ ഇനി കള്ളത്തരം കാണിക്കുമ്പം ഈ പണിഷ്മെന്റ് ഒന്ന് ഓർക്കണേ. എനിക്ക് തരുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല, പക്ഷെ നിനക്കായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത്. ഒന്ന് ഇറങ്ങി പോവോ? ഞാൻ പോവാ. അയ്യോ, ഇയാളെന്താ ഇങ്ങനെ? ഓ വന്നോ? സോ ഫാസ്റ്റിയാ. ആ വരുന്നു. ഹായ് ചാ. നീ എന്താ ഇവിടെ? അങ്ങോട്ട് മാറ്. നീ ഇതവിടെ കയറി പോന്ന്? ഇന്ന് ഞാൻ എൻ്റെ ഇച്ചയോടെ കിടന്നുറങ്ങുന്നത്. ഹാപ്പി ആയില്ലേ? എന്താ ഹാപ്പി ആയില്ലേ? എന്നാ വാ ഉറങ്ങാം. അല്ല എന്താ? അല്ല ഇവ എന്തിയെ? ഇവ റൂമിലുണ്ട്. അവളോട് ഞാൻ നോട്ട്സ് കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. നോട്ട്സ് ഇതാ അവൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇച്ച നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. രാവിലെ ഞാൻ പോകുമ്പം ഇത് കൊണ്ടുപോയിക്കോളാം. ഓ, രണ്ടെണ്ണം കൂടെ എനിക്ക് പണി തരാൻ ഉദ്ദേശിച്ചല്ലേ? കാണിച്ചു തരാം. എന്നാ മോള് കിടന്നോ? ഇച്ച ഈ നോട്ട്സ് നോക്കട്ടെ. ഓക്കെ. എടി കാട്ടുമോയില്ലേ, നീ എനിക്ക് പണി തന്നില്ലേ? ഇതിനുള്ളത് ഞാൻ തരുന്നുണ്ട്. ഓ, പൂച്ച അപ്പോഴത്തേക്ക് ഫ്ലാറ്റ് ആയോ? എൻ്റെ പുന്നാര പൂച്ചക്കുട്ടി ഇവിടെ കിടക്ക്. ഇച്ച പോയി ആ കാട്ടുമൊയിലെ പിടിച്ചിട്ട് വരാം. ഓക്കെ. ഡാ ആരോണ? നീ ഇതവിടെ പോന്നു? അതെ, ഒരു കാട്ടുമൊയിലിനെ പിടിക്കുന്നുണ്ട്. അതിനൊന്ന് പിടിച്ചിട്ട് വരാം. നീ എന്തി പറയുന്ന? ഒന്നുമില്ല. ആ പൂച്ചക്കുഞ്ഞ് എൻ്റെ റൂമിൽ കിടപ്പുണ്ട്. നീ അതിനെ പോയി നോക്ക്. ഞാൻ ആ കാട്ടുമുയലിനെ എടുത്തിട്ടൊന്ന് പോയിട്ട് വരാവേ. കാട്ടുമുയല് പൂച്ചക്കുഞ്ഞ് അതോ കാട്ടുമുയല്? ഇവൻ പിടിക്കാൻ പോകണോ? ഇവൻ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ അനിയത്തെ പിടിക്കാൻ പോകുന്നു. അവള് ചേട്ടനോട് തന്നെ പറഞ്ഞിട്ട് പോകുന്നു. ഇടത്തെണ്ടി. പക്ഷേ അവൻ എനിക്കൊരു സിഗ്നൽ തന്നതല്ലേ. എന്താന്ന് വെച്ചാ പൂച്ചക്കുഞ്ഞ് എൻ്റെ റൂമിൽ കിടപ്പുണ്ട്, നീ പോയി അതിനെ നോക്കുന്നു. ഷോ, എൻ്റെ അളിയൻ്റെ ഒരു കാര്യം. അതോ ഞാൻ ദാ വരുന്നു. ഇവള് പെട്ടെന്ന് വന്നോ? ഇവളിന്ന് അവിടെ കിടക്കുവാന്നാണല്ലോ പറഞ്ഞത്. നോക്കാം. ഹായ് വാ. ഇച്ചാനെന്താ ഇവിടെ? ഞാൻ ഇവിടെ അല്ലേ വേണ്ടത്. എന്ത്? ഇങ്ങ് വാടി. ഇച്ചായ, നീ എന്താ വിചാരിച്ചേ? എന്നെ നൈസിനങ്ങ് പറ്റിക്കാന്നല്ലേ? മോളെ വാ. നിന്റെ പണിയൊന്നും ഈ ആരോണോട് വേണ്ട കേട്ടോ. ആദ്യം ആയാല് ആര് വിചാരിച്ചാലും നിന്നെ എൻ്റെ ഇന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, ഇന്ന് നിന്നെ ഞാൻ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടേ വിടത്തോളൂ മോളെ. നിങ്ങളങ്ങോട്ട് മാറി. ഇങ്ങോട്ട് വാടി. എന്തേവാ ഡൗട്ടൊക്കെ ക്ലിയർ ആയോ? കടുവേ, കാലമാണം കടുവ, ദുഷ്ട. അയ്യോ, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണോ എന്തോ. അതിൽ ഇവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? കട്ടിൽ കണ്ട അപ്പോഴേ ഫ്ലാറ്റ് ആവുന്നവളല്ലേ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. സാരമില്ല, ഇനിയിപ്പോൾ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങാം. അതാ നല്ലത്. കർത്താവേ.